നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അഥവാ പരാജയം CPM-നെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന പ്രതിസന്ധികളുടെ ചൂണ്ടുപലക ആയിരുന്നുവെന്നാണ് നിലവിലെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. ഭരണകാലത്തെ പ്രവൃത്തികൾ തിരിഞ്ഞുകൊത്തുകയാണ് പിണറായി വിജയനെയും CPM-നെയും. ആദ്യം ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ്, പിന്നാലെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം, കാഫിർ സ്ക്രീൻഷോട്ട് കേസ്, ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണവും. CPM-നെ തേടി തിരിച്ചടികൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. സതീശൻ സർക്കാർ അധികാരമേറ്റ് 2-3 ആഴ്ച തികയുമ്പോഴേക്കും CPM-നെ തിരിച്ചടിക്കുന്ന കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് CBI, അപ്പുറത്ത് ഷൗക്കത്ത് അലിയുടെ SIT, ഇപ്പുറത്ത് കാഫിർ സ്ക്രീൻഷോട്ട് അന്വേഷിക്കുന്ന SIT. രക്ഷപ്പെടാനുള്ള അവസാന വാതിലിലാണെങ്കിൽ EDയും കാത്തു നിൽക്കുന്നു. ആകെ പെട്ടു നിൽക്കുകയാണ് CPM. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇന്നാണ്. സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനം ഇറക്കുകയും ചെയ്തു. ഇത് CPM-ന് വല്ലാത്ത പ്രഹരമാണ്. സതീശൻ സർക്കാർ വന്നയുടൻ ഈ കേസ് CBIക്ക് വിടുമെന്ന് CPM സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പ്രതിഭാഗത്ത് നിൽക്കുന്നത് ഏറ്റവും വേണ്ടപ്പെട്ടവരാകുമ്പോൾ വിഷമം കൂടും. നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിച്ച ദീർഘകാലത്തെ ആവശ്യം പരിഗണിച്ചാണ് ഈ സുപ്രധാന തീരുമാനമുണ്ടായിരിക്കുന്നത്. ആവശ്യം പിണറായി സർക്കാർ നേരത്തെ തള്ളിയതാണ്. സർക്കാർ സമർപ്പിച്ച തെളിവുകളുടെയും നൽകിയ ഉറപ്പുകളുടെയും അടിസ്ഥാനത്തിലാണ് കോടതികളും ഈ ആവശ്യം തള്ളിയത്. ഇപ്പോഴത്തെ VD സതീശൻ സർക്കാർ കേസ് CBIക്ക് വിടാനുള്ള അടിയന്തര തീരുമാനമെടുത്തിരിക്കുന്നു. ഒപ്പം നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജന നായർക്ക് ആശ്രിത നിയമനം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കുടുംബം തുടക്കം മുതൽക്കേ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ CBI അന്വേഷണം ഉറപ്പാക്കുമെന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ ആ കുടുംബത്തിന് ഉറപ്പ് നൽകിയതുമാണ്. CBI കേസ് ഏറ്റെടുക്കുന്നതോടെ PP ദിവ്യ അടക്കമുള്ളവർക്കെതിരെ ശരിയായ അന്വേഷണം നടക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ആദ്യഘട്ടത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ് PP ദിവ്യയെ തള്ളിപ്പറഞ്ഞ CPM നേതൃത്വം പിന്നീട് PP ദിവ്യയെ സംരക്ഷിക്കുന്നതാണ് കേരളം കണ്ടത്. അവരെ ജയിലിൽ കാണാൻ പോയ പ്രമുഖ CPM നേതാക്കളുടെ ലിസ്റ്റ് നോക്കിയാൽ അത് മനസ്സിലാകും. ഇപ്പോൾ CBI അന്വേഷണം പ്രഖ്യാപിച്ചതോടെ പാർട്ടി നിലപാട് ആകെ മാറി. CBI അന്വേഷണം കേന്ദ്രവുമായുള്ള ഒത്തുകളിയാണ് എന്ന് EP ജയരാജൻ അടക്കമുള്ള നേതാക്കൾ ആരോപിക്കുന്നു. മുൻപ് റവന്യൂ മന്ത്രിയായിരുന്ന K രാജൻ അടക്കമുള്ളവർ CP നിലപാടിനെ തള്ളി നവീൻ ബാബുവിന്റെ കുടുംബത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു എന്നത് ഈ അവസരത്തിൽ ഓർമ്മിക്കാവുന്നതാണ്. ഇനി കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിലേക്ക് വന്നാൽ കോഴിക്കോട് റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് തുടരന്വേഷണ ചുമതല. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. സത്യം പുറത്തു വരണമെന്ന് KK ശൈലജയും അന്വേഷണം പൂർത്തിയാകുന്നതോടെ CPM-ന്റെ പങ്ക് തെളിയുമെന്ന് പാറക്കൽ അബ്ദുള്ള MLA-യും പറഞ്ഞിട്ടുണ്ട്. കേസിൽ പ്രത്യേക സംഘം കണ്ടെത്തുന്ന വസ്തുതകൾ എന്തായാലും അത് കേരള രാഷ്ട്രീയത്തിലും നിയമസഭയിലും വലിയ ഒച്ചപ്പാടുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ആദ്യം MSF നേതാവിനെ പ്രതിയാക്കിയ കേസ് പിന്നീട് DYFI നേതാക്കളിലേക്ക് തിരിയുകയായിരുന്നു. അപ്പോഴും സ്ക്രീൻഷോട്ട് നിർമ്മിച്ച ഉറവിടം ഏതാണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇത് ആരാണ് എന്ന് കണ്ടെത്തുന്നതോടെ കേസിലെ ദുരൂഹത നീങ്ങുകയും ചെയ്യും. തെളിവില്ല എന്ന് പറഞ്ഞ് പിണറായി സർക്കാർ അവസാനിപ്പിക്കാൻ ശ്രമിച്ച കേസുകളിൽ ഒന്നുകൂടിയാണ് കാഫിർ സ്ക്രീൻഷോട്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഷാഫി പറമ്പിലും KK ശൈലജയും തമ്മിലുള്ള മത്സരത്തിനിടെയാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന്റെ ഉത്ഭവം. 5 നേരം നിസ്കരിക്കുന്ന ഷാഫി മുസ്ലിമാണ് എന്നും എതിർ സ്ഥാനാർത്ഥി അഥവാ ശൈലജ ടീച്ചർ കാഫിർ ആണ് എന്നും ആർക്ക് വോട്ട് നൽകണമെന്ന് ചിന്തിച്ച് ചെയ്യൂ എന്നും അടങ്ങിയ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചുവെന്നാണ് കേസ്. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് 2 കേസെടുത്തുവെങ്കിലും ഇതുവരെ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. തെളിവില്ലാത്തതിനാൽ അവസാനിപ്പിക്കാമെന്ന നിലപാടിലായിരുന്നു പോലീസ്. പുതിയ സംഘം രൂപീകരിച്ചതോടെ ഉറവിടം തേടിയുള്ള അന്വേഷണമാണ് വീണ്ടും തുടങ്ങുന്നത്. പാർട്ടിക്ക് പങ്കില്ല എന്ന് CPM ആവർത്തിച്ചു പറയുമ്പോഴും കേസിൽ ഒടുക്കം കുരുങ്ങിക്കിടക്കുന്നത് CPM പ്രവർത്തകരായ സൈബർ പോരാളികളുടെ പേരുകളാണ്. അതിനാകട്ടെ CPM-ന് മറുപടിയുമില്ല. കേസ് ലീഗിന്റെ തലയിലിടാൻ തുടക്കത്തിൽ MSF പ്രവർത്തകനായ മുഹമ്മദ് കാസിമിനെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഇയാൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി തന്നെ തള്ളിക്കളഞ്ഞു. ആരോപണം നിഷേധിച്ച കാസിം തന്റെ ഫോൺ പോലീസിന് കൈമാറുകയും ചെയ്തു. കാസിമിനെ വിട്ടയച്ചുവെങ്കിലും ഇയാളുടെ ഫോൺ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടുമില്ല. പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുമില്ല. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പേജുകളുടെ അഡ്മിന്മാർ അടക്കമുള്ളവരാണ് ഇപ്പോൾ കേസിലെ പ്രതികൾ.
ഇവർക്ക് സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് ഇതുവരെ ഇവരാരും വെളിപ്പെടുത്തിയിട്ടുമില്ല. ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണ് സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിബേഷ് രാമകൃഷ്ണന്റെ ഫോണിൽ നിന്നാണ് ആദ്യം സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്നായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത്. എന്നാൽ ഇതിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. മാത്രമല്ല, തെളിവില്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാനും ശ്രമിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ക്രീൻഷോട്ട് വിവാദം CPM-നെ തിരിച്ചടിച്ചിരുന്നു. ഷാഫിക്ക് ഭൂരിപക്ഷം വർദ്ധിക്കാൻ അതും ഒരു കാരണമായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം LDF-നെ തിരിഞ്ഞുകുത്തിയിട്ടുണ്ട്. പാലക്കാട്, നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒടുക്കം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കാഫിർ സ്ക്രീൻഷോട്ട് LDF-നെ വേട്ടയാടി. ഇനി ഈ കേസിലും പുനരന്വേഷണം ആരംഭിച്ച് മേൽപ്പറഞ്ഞ LDF പ്രവർത്തകർ കേസിൽ പ്രതികളാകുകയും ചെയ്താൽ അതിനെ LDF ഏത് രീതിയിൽ നേരിടും എന്നാണ് അറിയേണ്ടത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ്. കേസിലെ 5 പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ SIT ഹാജരാക്കിയ രേഖകളുടെയും ദൃശ്യങ്ങളുടെയും ആധികാരികത ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. SIT സമർപ്പിച്ച തെളിവുകളുടെ ആധികാരികതയിൽ കോടതിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ദൃശ്യങ്ങളുടെ അടക്കം ആധികാരികത ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിക്കാൻ കാരണം. ഇതടക്കം പ്രോസിക്യൂഷനോട് പല ചോദ്യങ്ങളും കോടതി ചോദിച്ചിട്ടുമുണ്ട്. പലതിനും വ്യക്തമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷനോ SIT-ക്കോ സാധിച്ചിട്ടില്ല. ചൂരൽ വടി കൊണ്ട് തലക്കടിച്ചത് മരണകാരണമാകുമെന്ന മെഡിക്കൽ റിപ്പോർട്ട് പോലും ലഭിക്കുന്നതിന് മുൻപ് നരഹത്യാശ്രമം എന്ന വകുപ്പ് എഴുതി ചേർത്തത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് കോടതി ചോദിച്ചുവെങ്കിലും അതിന് മറുപടി ഉണ്ടായില്ല. ഇതടക്കം പല ചോദ്യങ്ങൾക്കും മറുപടി നൽകിയത് വാദികളുടെ അഭിഭാഷകനായിരുന്നു. പ്രതിഭാഗത്തിന്റെ പല വാദങ്ങളും പ്രോസിക്യൂഷൻ എതിർത്തില്ല എന്നതും ശ്രദ്ധേയമാണ്. മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിന്റെ സമയത്തിലെ ആശയക്കുഴപ്പം, മർദ്ദനമേറ്റവർക്കുണ്ടായ മുറിവുകളെ കുറിച്ച് മെഡിക്കൽ റിപ്പോർട്ടിൽ പരാമർശമില്ലാത്തതിന്റെ കാരണമടക്കം പല ചോദ്യങ്ങൾക്കും പ്രോസിക്യൂഷന് വ്യക്തമായ മറുപടി നൽകാൻ സാധിച്ചില്ല. ഇത് പ്രോസിക്യൂഷന് സംഭവിച്ച വീഴ്ചയാണ് എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. വ്യക്തമായ തയ്യാറെടുപ്പില്ലാതെയാണ് SIT തിടുക്കപ്പെട്ട കേസ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. മാത്രമല്ല, മുൻകൂർ ജാമ്യ ഹർജി ഇനി പരിഗണിക്കുന്ന ജൂൺ 6 വരെ പ്രതികളെ അറസ്റ്റ് ചെയ്യരുത് എന്ന പരോക്ഷ നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നിലവിൽ കോടതികളിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രതികൾക്ക് അനുകൂലമാകുമെന്ന സ്ഥിതിയിലേക്കാണ് എത്തുന്നത്. Z+ കാറ്റഗറിയിലുള്ള VIP-യുടെ സുരക്ഷാ ഡ്യൂട്ടിയിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങരുത് എന്ന നിർദ്ദേശമില്ലേ എന്ന ചോദ്യത്തിന് അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടേണ്ടി വരുമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ മറുപടി. അന്വേഷണ സംഘം ഹാജരാക്കിയ വീഡിയോ ദൃശ്യങ്ങൾ മർദ്ദനമേറ്റ പരാതിക്കാരുടെ വാദത്തിന് അനുകൂലമാണ് എന്നും സംഭവത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്നും പ്രതിഭാഗം വാദിച്ചു. TV ചാനലുകളും സംഭവ സ്ഥലത്തുണ്ടായിരുന്ന വ്യക്തികളും പകർത്തിയ മർദ്ദന ദൃശ്യങ്ങളാണ് കോടതിയിൽ ഹാജരാക്കിയത്. പോലീസ് ഫോട്ടോഗ്രാഫർ ചിത്രങ്ങൾ എടുത്തില്ല എന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. എന്നാൽ പോലീസ് ഫോട്ടോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ ആദ്യ അന്വേഷണ സംഘം റഫർ റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ചിരുന്നുവെന്ന് പ്രതിഭാഗം രേഖാമൂലം അറിയിച്ചു. പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിന്റെ CD ഹാജരാക്കി. ഈ CD-യോ SIT സമർപ്പിച്ച വീഡിയോ ദൃശ്യങ്ങളോ കോടതി പരിശോധിച്ചിട്ടില്ല. അതേസമയം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലും പ്രത്യേക അന്വേഷണ സംഘം ഗൂഢാലോചന അന്വേഷിക്കാൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. സൈബർ സെൽ ഉദ്യോഗസ്ഥർ അടക്കം ഉൾപ്പെടുന്ന ടീം നിലവിൽ പിടിയിലായ പ്രതികളുടെ ഫോൺ കോൾ വിവരങ്ങളും വാട്സാപ്പ് സന്ദേശങ്ങളും പരിശോധിച്ച് ഗൂഢാലോചനയുണ്ടോ എന്ന് ഉറപ്പിക്കുകയാണ്. ആക്രമണം ആസൂത്രിതമായിരുന്നുവെന്നാണ് കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ട്. ED ഉദ്യോഗസ്ഥരും ഇക്കാര്യം ഉന്നയിച്ചതോടെ ഗൂഢാലോചന സ്ഥിരീകരിക്കുന്നതിനുള്ള തെളിവുകളാണ് ശേഖരിക്കുന്നത്. ആക്രമണം നടത്താനുള്ള നിർദ്ദേശം പ്രധാന നേതാക്കളിൽ നിന്ന് പ്രതികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും. സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കത്ത് നൽകാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്.